ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു കുഞ്ഞു പോമാണ്. അപ്പോൾ പോം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡു യു എൻജോയ് പ്ലേയിങ് വിത്ത് വാട്ടർ? എൻജോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്വദിക്കുക, ആനന്ദിക്കുക എന്നൊക്കെയുള്ളതാണ് മീനിങ്. അപ്പം നിങ്ങൾ വെള്ളത്തിൽ കളിക്കുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണോ വെള്ളത്തിൽ കളിക്കാൻ? നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. കുട്ടികളാവുമ്പോൾ എല്ലാവർക്കും വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ അരുവിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാനും മീൻ പിടിക്കാനും അങ്ങനെ രസിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അല്ലേ? അപ്പോൾ അത് നിങ്ങളോടുള്ള ചോദ്യമാണ്. അതിൽ നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. ലെറ്റ് us റീഡ് എ പോം. അപ്പോൾ നമുക്ക് ഈ ഒരു പോം വായിക്കാം. എന്താണ് നമ്മളുടെ പോയത്തിൻ്റെ ടൈറ്റിൽ? വാട്ടർ അല്ലേ? എന്താണ്? വെള്ളം. ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചർ നമുക്ക് കാണാം. എന്താണ്? ഒരു അരുവിയുടെ പിക്ചറാണ് അല്ലേ? അപ്പോൾ നമുക്ക് 4 സ്റ്റാൻസസ് ആണ് ഈ ഒരു പോയത്തിനുള്ളത്. ഒരു കുഞ്ഞു പോമാണ് കേട്ടോ. അപ്പം വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്ന, പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു പോം കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻസർ നോക്കാം. ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ ഫ്ലോസ്. എന്താ പറയുന്നത്? നമ്മളോട് പറയാണ് ടേൺ ഓൺ ദ ടാപ്പ്. ടാപ്പ് തുറക്കൂ. അപ്പോൾ ടാപ്പ് തുറക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആൻഡ് ദ വാട്ടർ ഫ്ലോസ്. അപ്പം വെള്ളം ഒഴുകും അല്ലേ? വെള്ളം ആ ഒരു ടാപ്പിൽ നിന്ന് ഒഴുകി വരും. അതാണ് ഇവിടെ പറയുന്നത്. ഡസ് എനിവൺ നോ വേർ ദ വാട്ടർ ഗോസ്? എന്താ പറയുന്നത്? ആർക്കെങ്കിലും അറിയോ ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്? അതാണ് ഈ ഒരു ഫസ്റ്റ് ആൻസറിൽ പറയുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റാൻസർ നിൽക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? ഡസ് എനിവൺ നോ വേർ ദ വാട്ടർ ഗോസ്? ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കെങ്കിലും അറിയുമോ? അതാണ് ചോദ്യം. ഇനി രണ്ടാമത്തെ സ്റ്റാൻസർ നോക്കാം. ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ കംസ്. അപ്പം ടാപ്പ് തുറക്കൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെള്ളം വരുന്നു. ഡസ് എനിവൺ നോ വേർ ദ വാട്ടേഴ്സ് ഫ്രം? അപ്പോൾ എന്താണ് പറയുന്നത്? ആർക്കെങ്കിലും അറിയുമോ ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസയും അവസാനിക്കുന്നത് ഒരു ചോദ്യത്തിലാണ്. എന്താണ്? ആർക്കെങ്കിലും അറിയുമോ ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസർ നോക്കാം. വാട്ടർ ഈസ് ക്ലീൻ ആൻഡ് വാട്ടർ ഈസ് കൂൾ. വെള്ളം എന്താണ്? ക്ലീൻ ആണ് അല്ലേ? നല്ല വൃത്തിയുള്ളതാണ്. അതേപോലെ തന്നെ വാട്ടർ ഈസ് കൂൾ. നല്ല തണുപ്പുണ്ടാവും വെള്ളത്തിന്. നമുക്കറിയാം അല്ലേ? അരുവിയിലും അതേപോലെ കിണറിലും ഒക്കെ ഉള്ള വെള്ളം നമ്മൾ തൊടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കിണറിൽ നിന്നാണെങ്കിൽ നമ്മൾ വെള്ളം കോരിയിട്ട് എടുത്ത് കയ്യിൽ തൊടുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടാവും. രാവിലെയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ല തണുപ്പുണ്ടാവും അല്ലേ? അരുവിയിലൊക്കെ ഉള്ള വെള്ളത്തിനും നല്ല തണുപ്പുണ്ടാവും അല്ലേ? അതേപോലെ എന്താണ്? മഴവെള്ളത്തിനും നല്ല തണുപ്പുണ്ടാവും അല്ലേ? അപ്പം ഈ വെള്ളം എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ളതുമാണ്, നല്ല വൃത്തിയുള്ളതുമാണ്. അതേപോലെ തന്നെ എന്താണ്? നല്ല കൂളുമാണ്, തണുപ്പും ഉണ്ട് എന്നാണ് പറയുന്നത്. ലിവിങ് ഇൻ റിവേഴ്സ് ആൻഡ് റെയിനിങ് ഇൻ പൂൾസ്. എന്താ പറയുന്നത്? വെള്ളം ജീവിക്കുന്നത് എവിടെയാണ്? നദികളിലാണല്ലേ? നമ്മൾ വെള്ളം കാണുന്നത് എവിടെയാണ്? നദികളിലാണ്. ആൻഡ് റെയിനിങ് ഇൻ പൂൾസ്. എങ്ങോട്ടേക്കാണ്? കുളങ്ങളിൽ പെയ്യുന്ന, അല്ലെങ്കിൽ ജലാശയങ്ങളാണ്. പൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലാശയങ്ങൾ. അപ്പോൾ ജലാശയങ്ങളിലേക്കാണ് മഴയായിട്ട് പെയ്തിറങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ആൻസർ നോക്കാം. യെറ്റ് വാട്ടർ ക്യാൻ ട്രിക്കിൾ ആൻഡ് വെൽസ് ക്യാൻ ഡ്രൈ അപ്പ്. എന്താണ് പറയുന്നത്? ട്രിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തുള്ളി തുള്ളിയായി വീഴുക, അതിനെയാണ് ട്രിക്കിൾ എന്ന് പറയാം. അപ്പം വെള്ളത്തിന് തുള്ളി തുള്ളിയായി വീഴാനുള്ള കഴിവുമുണ്ട്. അതേപോലെ എന്താണ്? വെൽസ് ക്യാൻ ഡ്രൈ അപ്പ്. കിണറുകളെയൊക്കെ ഡ്രൈ ആക്കാൻ, അതായത് ഉണങ്ങി പോകൂലേ, അതാണ് ഡ്രൈ ആക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം വെള്ളമില്ലാത്തൊരവസ്ഥ കിണറ്റിൽ, അങ്ങനെയും ആക്കാനുള്ള ശേഷി വെള്ളത്തിനുണ്ട്. വെള്ളം ഇല്ലാത്തൊരവസ്ഥയിൽ കിണർ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് വെള്ളം ഇല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടും. പിന്നെ എന്താണ് പറയുന്നത്? ടിൽ ദർ ഈസ് നത്തിങ് ലെഫ്റ്റ് ടു ഫിൽ ദ കപ്പ്. ഒട്ടും അവശേഷിക്കാതെ, ഒരു കപ്പിൽ നിറയ്ക്കാനുള്ള വെള്ളം പോലും ഇല്ലാതെ ഒരു കിണറിനെ ഡ്രൈ ആക്കാനും പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ വേനൽക്കാലത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം വെള്ളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെയും നമുക്ക് കാണാം അല്ലേ? അപ്പോൾ വരൾച്ച വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല കടും വേനൽ വരുന്ന സമയത്ത് ഒട്ടും വറ്റാതെ ഉള്ള കിണറുകൾ പോലും വറ്റി ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു കപ്പിലേക്കുള്ള വെള്ളം പോലും അവശേഷിക്കാത്ത അവസ്ഥയിലേക്ക് വരാറുണ്ട് അല്ലേ? ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് ചൂട് കൂടിക്കൂടി വരികയാണ് ഓരോ വർഷം കഴിയുന്തോറും അല്ലേ? വരൾച്ചയുടെ ആ ഒരു ശക്തി കൂടി വരികയാണ്. അപ്പം
ഈ ഒരു കവിതയിലൂടെ പറയുന്നത് വെള്ളത്തിൻ്റെ ഭംഗിയെക്കുറിച്ചും അല്ലെങ്കിൽ വെള്ളം എങ്ങനെയാണ് ക്ലീനാണ് കൂളാണെന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളം എവിടെയൊക്കെയാണ് കാണുന്നത് എന്ന് പറയുന്നുണ്ട്. മഴയായി പെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വെള്ളമില്ലാത്തൊരവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? വാട്ടറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.